ലൈഫ് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ. ഇത് വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയുമ്പോഴും തെളിയിക്കപ്പെടുകയാണല്ലേ. ഹൗ കം ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ കാണാനോ ഇഷ്ടപ്പെട്ടവരെ വിട്ടിട്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകുന്നവരും ഒക്കെ കൂടി പോകുമ്പോൾ ഒരു എയർപ്ലെയിൻ ക്രാഷിൽ ഒരു ഗുഡ് ബൈ പോലും പറയാതെ അവരുടെ ഫാമിലിയിൽ എന്താ പറയുക, ഒരു പോസ്റ്റിൽ വായിച്ച പോലെ സേഫ്ലി ലാൻഡഡ് എന്നൊരു മെസ്സേജോ കോളോ പോലും ചെയ്യാൻ പറ്റാത്ത എത്രയോ ജീവനുകൾ ഇന്ന് എഗെയിൻ അഹമ്മദാബാദിൽ പൊലിഞ്ഞു. സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഓരോ ദിവസം കഴിയുമ്പോഴും വരുന്ന ന്യൂസുകൾ കാണുമ്പോൾ എത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ്, അൺപ്രസിഡന്റഡ് ആണ് ലൈഫിലെ ഓരോ ഇവന്റ്സും അല്ലേ. RCB ട്രോഫി വിൻ ചെയ്തപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരിൽ ഒരു ഫാനായിരുന്നു ഞാൻ. എന്നാൽ അതിന്റെ അടുത്ത ദിവസം ടീം ഫുള്ളും ബാംഗ്ലൂരിൽ എത്തുമ്പോൾ എഗെയിൻ എ സ്റ്റാമ്പീഡ്. അതിലും ഇതുപോലെ ആഗ്രഹിച്ച ഒരു ഫാൻ ഉൾപ്പെടെ 11 പേര് മരിക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഈ ഹോസ്റ്റലിലല്ലേ ഈ ഒരു എയർപ്ലെയിൻ ക്രാഷ് ചെന്നെത്തുന്നത് മെസ്സിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടു ബി ഡോക്ടേഴ്സ്. അറിയില്ല, നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമോ എന്ന് പോലും ഒരു ഉറപ്പുമില്ലാത്തൊരു വേൾഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വേണ്ടാതീനവും പറച്ചിലും ഒക്കെ. സോ ലെറ്റ് us കീപ് ഹോപ്പ്. എല്ലാം നല്ലതായി തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുമെന്ന്. ഹാർട്ടി കണ്ടോളൻസസ് ടു ഓൾ ദി ഡിസീസ്ഡ് പീപ്പിൾ ആൻഡ് ദ ഫാമിലി.